ശ്രീമതി താര ഒരുപാട് ചർച്ചകളിൽ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലല്ല, എക്സ്പേർട്ട് എന്നുള്ള നിലയിലാണ് പങ്കെടുത്തിട്ടുള്ളത്. ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ ആദ്യമായി പങ്കെടുക്കുന്ന ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് വന്ന വാർത്ത അതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യത്തെ പോലീസ് കേസായിരിക്കും തോന്നുന്നു. ആദ്യത്തെ പോലീസ് കേസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കണം എന്ന് തോന്നിയത്? ഞാൻ കാണുന്നത് വളരെ ലളിതമായ ഒരു വിശകലനമാണ്. അതായത് നമ്മൾ തുലനം ചെയ്യുന്നത് ആശാ വർക്കർമാരുടെ വേതനവും ഈ പുതിയ കാറുകൾ വാങ്ങിക്കാനായിട്ട് സർക്കാർ മാറ്റിവെച്ച 100 കോടി രൂപയോ അല്ലെങ്കിൽ PSC മെമ്പർമാരുടെ ഈ 2 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ച ഒരു തുകയോ ആണ് ഇതുമായിട്ട് നമ്മൾ തുലനം ചെയ്യുന്നത്. ആ തുലനത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മിനിമം കാര്യം ഇപ്പോൾ പറയുന്നല്ലോ, കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ഈ ഫണ്ട് വരേണ്ടത് എന്നുള്ള വാദമാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത്. അവിടെ വീണ്ടും ഞാൻ ചോദ്യം ഉയർത്തുന്നത്, നമുക്ക് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭരണാനുകൂല ഒരു പാർട്ടി എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം? ഇവരോട് മാന്യമായ ഭാഷയിൽ പറയാം, ഞങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് കേന്ദ്രത്തിൽ നിന്നാണ് ഇത് വരേണ്ടത്, നമുക്ക് ഒരുമിച്ച് പോരാടാം എന്നുള്ളൊരു വാക്ക് ഒന്നുകിൽ പറയാം. അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഈ 100 കോടി രൂപ മാറ്റി ഏതിലാണ് മുൻഗണന എന്നുള്ള ഒരു ചോദ്യം, അവിടെ ന്യായമായൊരു ചോദ്യം അവിടെ വരുമല്ലോ. ആ 100 കോടി രൂപ നമ്മൾ കാറ് വാങ്ങുന്നതിനാണോ കൊടുക്കേണ്ടത്, അതോ 2 ലക്ഷം രൂപ പോരാതെ നമ്മൾ 4 ലക്ഷത്തിലേക്ക് ആക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ, ഇവർ 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ്. PSC മെമ്പർമാരോ ആരെങ്കിലും അങ്ങനെ വേറെ ഉദ്യോഗസ്ഥർ അങ്ങനെ വർക്ക് ചെയ്യുന്ന എനിക്കറിയില്ല. അപ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ആദ്യം ഇവരുടെ ഈ മിനിമം വേജസ് ആക്ട് നിലവിലുള്ള സംസ്ഥാനമാണിത്. 700 രൂപ അവരുടെ അടിസ്ഥാന വേതനമാണ്. അത് വെച്ച് കണക്കാക്കുമ്പോൾ 21,000 രൂപ വരും. അത് ആദ്യം കൊടുത്തുകൊണ്ട് അവരോടൊരു വാക്ക് പറയാം, നമുക്കൊരുമിച്ച് ഇത് നമുക്ക് കൊടുക്കാൻ, സ്ഥിരമായിട്ട് തരാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, സർക്കാർ ബുദ്ധിമുട്ടിലാണ്, കേന്ദ്രത്തിനോട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാം എന്നൊരു മാന്യമായ ഭാഷയിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവരെ ചേർത്ത് പിടിക്കുന്നതിന് തുല്യമാണ്. അതിന് പകരം അധിക്ഷേപിക്കുന്ന ഈ വാക്കുകൾ എനിക്ക് അത്ഭുതമുണ്ടാക്കുന്നു. കാരണം ഒരു അടിസ്ഥാന വർഗ പാർട്ടി ഭരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഈ ആശാ വർക്കർമാരുടെ ജോലി നമ്മൾ മാന്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അവർ നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്ത് സംഭാവന ചെയ്തു എന്ന് നമ്മൾ ഉറപ്പിച്ചു കാണുകയാണെങ്കിൽ, അവരുടെ ശമ്പള വർധനവിന് ഞങ്ങളും കൂടെ നിൽക്കാമെന്നുള്ള ഒരു ആശ്വാസ വാക്കല്ലേ പറയേണ്ടത്. അതിന് പകരം ഈ രീതിയിലുള്ള അധിക്ഷേപ വാക്കുകൾ ഉപയോഗിക്കുന്നതും ഈ സമരത്തെ തകർക്കാൻ നോക്കുന്നതും ഈ രീതിയിൽ ഇങ്ങനെ പോലീസ് കേസ് എടുക്കുന്നതും തികച്ചും അന്യായമാണ്. അതുകൊണ്ട് പൂർണ്ണമായ പിന്തുണ എൻ്റെ ഭാഗത്തുനിന്ന് ഈ സമരത്തോടൊപ്പം ഇനിയുള്ള കാലം വരെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.